ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അടുത്ത് കണ്ടതിൻ്റെയും വേദി പങ്കിട്ടതിൻ്റെ അതിശയവും അമ്പരപ്പും ഇനിയും മാറിയിട്ടില്ല സാമൂഹ്യ പ്രവർത്തകയും റിട്ടയർഡ് പ്രൊഫസറുമായ ഡോക്ടർ MS സുനിലിന്. ഒന്നുകിൽ ഒരാദരം, അല്ലെങ്കിൽ സദസ്സിൽ ഒരു സ്ഥാനം, അതുമാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. അതുമാത്രം പ്രതീക്ഷിച്ചാണ് ചടങ്ങിന് പോയത്. പക്ഷേ നരേന്ദ്രമോദിക്കൊപ്പം വേദി പങ്കിടാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ഡോക്ടർ MS സുനിൽ പറയുന്നു. നാരീശക്തി പുരസ്കാര ജേതാവെന്ന നിലയിലാണ് തൃശ്ശൂരിൽ മോദിയുടെ വേദിയിലേക്ക് ക്ഷണം വന്നത്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. മോദിയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഒട്ടും മടിക്കാതെ സമ്മതം മൂളി. പിന്നീട് പ്രോട്ടോക്കോൾ പ്രകാരമുള്ള അന്വേഷണങ്ങളും മറ്റും പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന വിവരം ആരോടും പറഞ്ഞില്ല. ഇനി ചെന്നിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വെറും പൊങ്ങച്ചമായി കരുതുമെന്നതുകൊണ്ട് മാത്രമാണ് ആരോടും പറയാതിരുന്നത്. കൃത്യസമയത്ത് തൃശ്ശൂരിൽ എത്താൻ കഴിയുമോ എന്നുപോലും ആശങ്കയുണ്ടായിരുന്നു. സുരക്ഷാ പരിശോധനയൊക്കെ കഴിഞ്ഞ് പ്രത്യേക വാഹനങ്ങളിലാണ് ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. ഒപ്പം വൈക്കം വിജയലക്ഷ്മിയും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് സ്ഥാനം വേദിയിലാണെന്നറിഞ്ഞത്. PT ഉഷ, ബീന കണ്ണൻ, മിന്നുമണി, ഉമാപ്രേമൻ, ഡോക്ടർ ശോശാമായിപ്പ്, ശോഭന, വൈക്കം വിജയലക്ഷ്മി, മറിയക്കൊട്ടി എന്നിവർക്കൊപ്പം ആ വേദിയിലിരുന്നു. വൈക്കം വിജയലക്ഷ്മി പ്രധാനമന്ത്രിയോട് സംസാരിച്ചപ്പോൾ തനിക്കും അദ്ദേഹത്തോട് കുശലം ചോദിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഒരു വേദി കിട്ടിയത് തന്നെ ഭാഗ്യമായി കരുതുന്നു. വിവിധ തുറകളിൽ കഴിവ് തെളിയിച്ച സ്ത്രീകളെ വേദിക്ക് മുന്നിലിരുത്തി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇങ്ങനെ പ്രസംഗിക്കുന്നത് ആദ്യമാണെന്ന് തോന്നുന്നു. മിക്കവരും സ്ത്രീ ശാക്തീകരണം പ്രഖ്യാപിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായ വേദികളിൽ സ്ത്രീകൾ പിന്നിലേക്ക് പോകാറുണ്ട്. ഇവിടെ പക്ഷേ പ്രധാനമന്ത്രി കാണിച്ചതാണ് ശരിയായ രീതിയിലുള്ള സ്ത്രീ ശാക്തീകരണം. സ്വന്തം മുതിർന്ന പാർട്ടിക്കാർക്ക് പോലും വേദിയിൽ പിന്നിലായിരുന്നു സ്ഥാനം നൽകിയത്. അവരെയൊക്കെ അവിടെ ഇരുത്തിയിട്ടാണ് ഞങ്ങളെയൊക്കെ മുൻനിരയിലിരുത്തിയത്. താൻ ഒരു പാർട്ടിയുടെയോ സമുദായത്തിൻ്റെയോ ആളല്ല. വീടില്ലാത്ത 300-ലധികം പേർക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു. ഒരാളുടെയും ജാതിയും സമുദായവും പാർട്ടിയും ഒന്നും നോക്കിയല്ല അതൊന്നും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായി പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രിയുടെ സദസ്സിലേക്ക് ക്ഷണം വന്നപ്പോൾ അവിടെയും പങ്കെടുത്തു. അദ്ദേഹത്തെ അടുത്ത് കണ്ടപ്പോൾ ആ വ്യക്തിപ്രഭാവം കൂടുതൽ അറിയാൻ സാധിച്ചു. വേദി പങ്കിട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊപ്പമാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അപൂർവ ഭാഗ്യം. അദ്ദേഹം ഏത് പാർട്ടിയുടെ ആളെന്നുള്ളതല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം. കേന്ദ്ര സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേക്കുറിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് അവബോധമുണ്ടെന്നും MS സുനിൽ പറഞ്ഞു. രാഷ്ട്രീയ പ്രവേശനമുണ്ടാകുമോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമോ എന്നൊന്നും ഇപ്പോൾ പറയാൻ താൻ ആളല്ല. നിലവിൽ അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. സാമൂഹ്യ സേവനവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. 10ഓളം വീടുകൾ പണിതുകൊണ്ടിരിക്കുന്നു. പൂർത്തിയായവയുടെ താക്കോൽ കൈമാറാനുണ്ട്. അതാണ് ഇപ്പോഴത്തെ ചിന്ത. ഒരു പബ്ലിസിറ്റിയും ഇല്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും ഡോക്ടർ സുനിൽ പറഞ്ഞു.